യാ റസൂലല്ലാഹ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റില്ല എന്ന വാദവുമായി ഇബ്നു തൈമിയ്യ രംഗത്ത് വന്നപ്പോൾ ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി, ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ലഹറത്തിൽ ബിദ്അഉ ഫസകതൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുത്തനാശയക്കാര് രംഗത്ത് വന്നാൽ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമ അവിടെ സുക്കൂത്തായാൽ, പുത്തനാശയക്കാര് രംഗത്ത് വരുന്ന സമയം അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങൾ സുക്കൂത്തായാൽ, മൗനം പാലിച്ചാൽ കാര്യം അപകടകരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നു തൈമിയ്യയുടെ ഈ ആശയത്തിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ കുറെ കിതാബ് രചന നടത്തിയ കൂട്ടത്തിൽ ചില വരികൾ അതാ ബഹുമാനപ്പെട്ടവർ എഴുതി കാണുന്നു. വലം യുൻകിർ അഹദുൻ ദാലിക ഹത്താ ജാ ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും ഒരൊറ്റ പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആന് നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ